നമ്മളെല്ലാവരും ദിവസം ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ഇൻഷാ അള്ളാ എന്നുള്ളത്. എന്നാൽ ഈ ഇൻഷാ അള്ളാ എന്ന് പറയുന്നതിൽ എന്തുമാത്രം മഹത്വം ഉണ്ടെന്നറിയാമോ? ഇൻഷാ അള്ളാ എന്ന വാക്കിനർത്ഥം എന്താണ്? അള്ളാഹ് ഉദ്ദേശിച്ചാൽ നമ്മൾ എന്ത് കാര്യം നാളത്തേക്കിനുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഷാ അള്ളാ എന്ന് ചേർക്കണം. കാരണം നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മളത് കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടാകും. ഇൻഷാ അള്ളാ പറയുന്നവർക്ക് 4 പ്രതിഫലങ്ങളാണ് അള്ളാഹു തആല കൊടുക്കുന്നത്. ഒന്നാമത്തേത് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചതിനുള്ള പ്രതിഫലം. രണ്ടാമത് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യും. മൂന്നാമത് അവൻ ഒരു വാക്ക് പറഞ്ഞു, അത് നമ്മൾ ഉറപ്പിച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ശിക്ഷ ഉണ്ടാകില്ല. നാലാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുദ്ദേശിച്ചോ അത് അള്ളാഹു എളുപ്പമാക്കും.